വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് കപ്പ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോവളത്തിനടുത്തുള്ള ഒരു ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ടാണ് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് സ്റ്റേ ട്യൂൺ സ്റ്റാഫ് കപ്പ്. അപ്പോൾ ഈ ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദ റിസോർട്ടിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവരുടെ ഒരു ആയുർവേദിക് സെൻ്ററാണ് കേട്ടോ. ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങിൽ തന്നെ ആയുർവേദ തെറാപ്പിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതും ട്രഡീഷണൽ വേ തന്നെ ഡോക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ചികിത്സയാണ് ആയുർവേദിക് സെൻറ്റർ. അതിനോടൊപ്പം തന്നെ പൂളുണ്ട്. പിന്നെ അവർക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്ന 2 സെക്ഷനിലായിട്ടാണ് കേട്ടോ. അതായത് ഒരു 9 റൂംസ് ഇരിക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ അവിടെ നിന്നൊരു വഞ്ചിയിൽ കയറി വേണം മറ്റൊരു സെക്ഷനിലെത്താനായിട്ട്. അവിടെ 11 റൂംസും പിന്നെ റെസ്റ്റോറൻറ്റൊക്കെ അവിടെയാണ്. അപ്പം നമ്മൾ ഈ റിസോർട്ട് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. സ്റ്റേ ട്യൂൺ ട്രാവൽ കപ്പ്. അപ്പോൾ ഇത് അവരുടെ ഒരു ആയുർവേദിക് സെൻ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആയുർവേദിക് സെൻ്ററിൽ ഒരു ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഇവിടെയാണ് വരുന്നത്. നല്ല ട്രീറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സെപ്പറേറ്റ് ഒരു പ്രിമൈസസിലാണ് ഒരു ആയുർവേദിക് സെൻ്ററൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ആയുർവേദിക് സെൻ്റർ കേട്ടോ. ഇവിടെ 2 ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ 3-4 ട്രീറ്റ്മെൻറ്റ് റൂംസും ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റൂം അകത്ത് പോയി കാണിച്ചു തരാം. ഇത് അവരുടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റൂമാണ് കേട്ടോ. ഇവിടെയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ അവർക്കൊരു 2 ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ എണ്ണയൊക്കെ ചൂടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ തലയിലൊക്കെ കീഴിടുന്ന ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ 2 ബെഡുണ്ട് ഇവിടെ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഒരു സ്റ്റീം ബാത്ത് ഏരിയയാണ്. ഒരു പഴയകാല സ്റ്റൈൽ സ്റ്റീം ബാത്താണ് കേട്ടോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. ഉണ്ടോ ആ ഒരു കേജിനകത്ത് അവർ ഇരുത്തിയിട്ടൊരു സ്റ്റീം ബാത്ത് ചെയ്യിപ്പിക്കുകയാണല്ലോ. നമ്മൾ ഒരു പഴയ സ്റ്റൈൽ കണ്ടോ, പഴയ ഒരു ട്രഡീഷണൽ വേ ഓഫ് സ്റ്റീം ബാത്ത് സിസ്റ്റമാണ് അവരിവിടെ കൊടുക്കുന്നത്. പ്യുവർലി നമ്മളെ നാച്ചുറൽ സ്റ്റൈലൊക്കെ പോലെ ഒരു പക്ക ആയുർവേദിക് ഒരു കാര്യങ്ങളാണ് അവരിവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു പണ്ടത്തെ കാലത്ത് നമ്മൾ സ്റ്റീം ഉണ്ടാക്കുന്നൊരു സംവിധാനമായിരുന്നു കേട്ടോ. അതായിരുന്നു അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ സ്റ്റീം ഉണ്ടാക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു പണ്ടത്തെ കാലത്തെ ആ ഒരു പാത്രം കണ്ടാൽ തന്നെ അറിയാം ആ ഒരു പഴമയൊക്കെ. ഇപ്പോൾ അവരുണ്ടാക്കുന്ന ഇങ്ങനൊരു ഈ ഒരു കുക്കറിൽ അവരിങ്ങനെ വെള്ളം തിളപ്പിച്ച ആ ഒരു സ്റ്റീമാണ് അവരിപ്പോൾ ഈ ഒരു സ്റ്റീം ബാത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ആയുർവേദ സെൻ്ററിലെ ഒരു സ്റ്റീം ബാത്ത് ഏരിയ. കൊള്ളാമല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാലോ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ കൺസൾട്ടേഷൻ ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ റൂമാണ് കേട്ടോ. ഇവിടെ 2 ഡോക്ടേഴ്സുണ്ട്. ഡോക്ടർ ഗൗതം MS ഉണ്ട്. പിന്നെ ഡോക്ടർ രാജീവ് വിയറും ഉണ്ട്. ഈ 2 ഡോക്ടേഴ്സാണ് അവരുടെ കൺസൾട്ടേഷൻ റൂമാണ് കേട്ടോ. അതേപോലെ ഇവരുടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര പ്രൈസി അല്ലെങ്കിൽ കോസ്റ്റ്ലി ഒന്നുമല്ല കണ്ടോ. ഇതൊക്കെയാണ് അവരുടെ റേറ്റ്സ് വരുന്നത്. നമസ്തേ, ഞാൻ ഡോക്ടർ ഗൗതം, ഇവിടുത്തെ ആയുർവേദ ഡോക്ടറാണ്. ഞാൻ എൻ്റെ BAMS അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലും എൻ്റെ PG ജനറൽ മെഡിസിൻ കായ ചികിത്സയിൽ 3 വർഷത്തെ PG ശ്രീനാരായണ ആയുർവേദ കോളേജിലുമാണ് ചെയ്തത്. ഞാൻ എൻ്റെ റിസർച്ച് വർക്ക് ചെയ്തത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലാണ്. നമ്മൾ ഇവിടെ ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ടിൽ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഒരു ഹെൽത്തി പേഴ്സൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ഉള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഡിസീസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. നമ്മളിവിടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസീസസ്, മസ്കുലോ സ്കെൽറ്റൽ ഡിസീസസ്, സോറിയാസിസ്,
പിന്നെ മെൻ്റൽ വെൽബീങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ബോഡി പ്യൂരിഫിക്കേഷൻ പ്രോഗ്രാം, ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം, ജിറിയാട്രിക് കെയർ പ്രോഗ്രാം, ബ്യൂട്ടി കെയർ പ്രോഗ്രാം, അങ്ങനെ പല പല പ്രോഗ്രാംസാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും, പിന്നെ IT ഫീൽഡിലുള്ളവർ കുറേ പേര് വരാറുണ്ട് ഇവിടെ. നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, അവർക്കൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. സ്റ്റിഫ്നെസ്സിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. നമ്മൾ ഫുൾ ബോഡി ആയുർവേദിക് ഓയിൽ മസാജ്, അഭ്യംഗം, പിന്നെ പല പല തരത്തിലുള്ള കിഴികൾ, നസ്യം, ശിരോധാര സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട്, അല്ലാതെ ഔട്ട്സൈഡ് പുറത്തുനിന്നും വരുന്നവരുണ്ട്. നമ്മുടെ ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സും ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. കോവളത്തിന് 4 കിലോമീറ്റർ മുമ്പായിട്ടാണ്. കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അവരൊരു ബോഡി, മൈൻഡ് ആൻഡ് സോൾ റിലാക്സേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെൻറ്റ് വളരെ കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, ആയുർവേദ സെൻ്റർ ഉണ്ട്, പിന്നെ എല്ലാ റൂമിൽ നിന്നും കടലിൻ്റെയും കായലിൻ്റെയും വ്യൂ ഉണ്ട്. അപ്പോൾ ഒരു മൈൻഡിന് ഒരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ വന്നാൽ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇത് നമ്മുടെ പ്രോപ്പർട്ടി ഒരു പൂൾ ഏരിയ ആണ് കേട്ടോ. പൂളിൻ്റെ അടുത്താണ് ആയുർവേദ സെൻറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പൂള്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂളാണ് കേട്ടോ. കിഡ്സിനും അഡൽസിനുമായിട്ടൊരു സെപ്പറേറ്റ് ഏരിയയ്ക്കുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പൂളാണ്. പൂളിൻ്റെ സൈഡിൽ ബെഞ്ചുണ്ട്, നമുക്ക് ബെഞ്ചിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൊള്ളാം, അത്യാവശ്യം നല്ല വലിയ പൂളാണ് കേട്ടോ. ഫാമിലീസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ എല്ലാവർക്കും പൂള് നോക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കോവളത്ത് അത്യാവശ്യം നല്ല പൂളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ ഒരു ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട്. അപ്പോൾ നമ്മുടെ ബീച്ച് ആൻഡ് ലേക്ക് റിസോർട്ടിൻ്റെ ഒരു മെയിൻ ഏരിയ ഇതാണ്. ഇവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഇതാണോ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് അവരുടെ കുറച്ച് റൂംസ് വരുന്നത്. ഇവിടെ റൂമും പിന്നെ റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ ഇവരുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂംസിനും നമുക്കൊരു ലേക്ക് വ്യൂ ഉണ്ട്, ഒരു സീ വ്യൂ ഉണ്ട്. അതേപോലെ ഇതിന് അപ്പുറത്തെ റൂംസ് ഉണ്ട് കേട്ടോ. അപ്പുറത്തെ റൂംസിൽ പോകണം എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്താ ഈ ഒരു അവിടെ നിന്ന് ചെറിയൊരു വള്ളം കയറിയാണ് അപ്പുറത്ത് പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് വള്ളം കയറിയാണ്ടോ, ഈ വള്ളത്തിലാണ് അവരപ്പുറത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് റൂം. കളാടിപൊളി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബാൽക്കണിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക് വാട്ടേഴ്സും ബീച്ചും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി റൂമാണ്. നമുക്ക് എന്ത് രസമാണ്, നമുക്ക് അവിടെ ഇങ്ങനെ ബീച്ചും കാണാം, ഇവിടെ നോക്കിയാൽ ആ ഒരു ബാക്ക് വാട്ടേഴ്സും എന്ത് രസമാണ് നമുക്ക്. ഇതും നമ്മുടെ ബീച്ച് ആൻഡ് ലേക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. 9 റൂംസാണ് നമ്മൾ ഈ നിൽക്കുന്ന സെക്ഷൻ ഉള്ളത്. ബാക്കി 11 റൂംസ് അവിടെയാണ്. റെസ്റ്റോറൻ്റൊക്കെ അവിടെയാണ്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഏരിയ ആണ്. ഇങ്ങനെ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് രാത്രി ഇരിക്കാൻ, വലിയ വൈകിട്ട് ഇപ്പം ഇരിക്കാൻ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടെ പോകണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വള്ളത്തിലാണ് കേട്ടോ നമ്മളവിടെ അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ആ വള്ളം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വള്ളത്തിൽ കയറി അപ്പുറത്ത് പോയി അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭക്ഷണം കഴിക്കണം. പിന്നെ അവിടെ ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കണ്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയറും ചെറിയൊരു ബെഞ്ച് പോലെ കൊള്ളാമല്ലേ. അപ്പോൾ നമുക്ക് കയറിയിരുന്ന് അപ്പുറത്ത് യാത്ര ചെയ്താലോ. അപ്പോൾ ചേട്ടൻ നമ്മളിങ്ങനെ തുഴഞ്ഞ് അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ടാണ്. അപ്പം നമ്മൾ വന്ന ആ ഒരു റിസപ്ഷൻ ഏരിയയും നമ്മുടെ ആ ഒരു ആദ്യത്തെ പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു 9 റൂംസ് ഉള്ള നമ്മുടെ റൂം ഏറ്റവും മേളിലാണ്. നല്ല വ്യൂ ആണ്. അപ്പം ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഈ ഒരു ചെറിയ വള്ളം കയറിയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. നല്ല കാറ്റാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കോവളത്തൊക്കെ പോകുന്നവർ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാര്യം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം. ഇവിടെയൊക്കെ നോക്കി എന്ത് രസമാണ്. ആ ഒരു കായലും കടലും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. എന്ത് ഭംഗിയാണ് നോക്കാൻ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു
ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട്. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്, അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ കാർ അവിടെയാണ് പാർക്ക് ചെയ്തത്. അവിടെയാണ് നമുക്ക് 9 റൂംസ് ഒക്കെ ഉണ്ട്. റിസപ്ഷൻ ഏരിയ, ആയുർവേദിക് സെൻറ്റർ, സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മുടെ റൂമാണ് കേട്ടോ ആ മേളിൽ കാണുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ് ആ റൂമിൽ നിന്ന് കാണാനായിട്ട്. എന്ത് രസമാണെന്ന് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു ഭംഗി, ആ ഒരു കാഴ്ചയൊക്കെ, ആ ഒരു കടലും കായലും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പുറത്തെ അവരുടെ തന്നെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്. ഞാൻ അനുവിനെ നേരത്തെ പറഞ്ഞു കേട്ടോ, അനുതാ ഇവിടെ നിൽപ്പുണ്ട്. അനുവും മോനും ഇതാ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിതാ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തുക. ഇതായിരുന്നു നമ്മുടെ ആ ഒരു ബീച്ച് ആൻഡ് ലേക്ക് വ്യൂ പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞ 9 റൂംസൊക്കെ അവിടെയാണ് ആയുർവേദ സെൻറ്ററും പൂളൊക്കെ വരുന്നത്. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സൈഡും റൂം എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ വന്ന സൈഡ് റൂം എടുക്കാം. നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതാണ് ആയുർവേദ റെസ്റ്റോറൻറ്റ്, അതായത് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നവർക്കുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതാണ് ആയുർവേദ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസും നല്ല എയർ സർക്കുലേഷനും നല്ലൊരു ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ചുറ്റും കടലിലെ ശബ്ദവും നല്ല കായലിൻ്റെ ഒരു കാറ്റും ഒക്കെ അടിക്കുന്നു. നല്ല രസമാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ 11 റൂംസാണുള്ളത്. അതിൽ ഡീലക്സ് റൂംസാണ് ഈ കാണുന്നത് കേട്ടോ. ഡീലക്സ് റൂംസ് ഞാനൊന്ന് തുറന്ന് കാണിത്തരാം. പക്ഷേ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന കടലൊക്കെയാണ്. ഇവിടെ തന്നെ 2 റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ബേസ് കാറ്റഗറി റൂം കേട്ടോ. അത്യാവശ്യം ആമിനിറ്റീസും എല്ലാം ഉണ്ട് കണ്ടോ. നല്ലൊരു അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റൂമാണ് കേട്ടോ ഈ ഒരു ബേസ് കാറ്റഗറി വരുന്നത്. ആ ബേസ് കാറ്റഗറി ആയിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ കാണിച്ചു തരാം. ബേസ് കാറ്റഗറി ആയിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ആ ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് കണ്ടോ ബീച്ച് ആക്സസും ബീച്ച് വ്യൂ ഒക്കെ തന്നെയാണ്. ഒരു ബാൽക്കണിന്ന് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ബട്ട് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ മറ്റൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ബീച്ച് ആൻഡ് ലേക്കിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇതും കണ്ടോ ബീച്ച് സൈഡിൽ തന്നെയാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതാണ് ആ റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. അപ്പോൾ ഇതാണ് ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ 11 റൂംസ് ഉള്ള പ്രോപ്പർട്ടി നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് മേളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബീച്ച് വ്യൂ ആക്സസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. നല്ല കാറ്റും നല്ല ക്വയറ്റ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്റ്റേ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്കിത് ആ ഭക്ഷണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, പിന്നെ റൈസ്, ചില്ലി ചിക്കൻ കറിയൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ ലഞ്ചിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സുപ്പീരിയർ ഡീലക്സ് റൂം. ഇവിടെ നിന്ന് നോക്കി നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. നമ്മൾ ബാൽക്കണിയിൽ കാണാൻ പറ്റുന്ന എന്ത് രസമാണ് നോക്കി. ആ ഒരു ബീച്ചും കായലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്ത് രസമാണ്, നല്ല കാറ്റുമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു റൂമാണ്. നമുക്ക് ഒരേപോലെ കായലും കടലും കാണാം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയ ഒക്കെ ചെറിയൊരു അമ്യൂണിറ്റി ഏരിയ നമുക്ക് കെറ്റിലൊക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം ഒക്കെയാണ്, ബാത്റൂം ഒക്കെയാണ്. ഇതാണ് ആ റൂം കേട്ടോ. ഏറ്റവും ഭംഗി ഈ ഒരു ബാൽക്കണി നിന്ന് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് നല്ലൊരു ക്ലാസി ലുക്കാണ് ഈ റൂമിന്. നമ്മളിനി ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ വെള്ളം വന്നു. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കോവളത്തിൻ്റെ അടുത്ത് നല്ലൊരു പൂളും നല്ലൊരു ആയുർവേദിക് സെൻറ്ററും നല്ല വ്യൂ ഉള്ള റൂംസും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി നോക്കാം. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം എക്സ്പ്ലോർ ചെയ്തു. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇവിടെ ആയുർവേദിക് സെൻറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂൾ അഡൽട്സിന് അത്യാവശ്യം വലിയ ഏരിയ ഉള്ള സ്വിമ്മിംഗ് പൂള്, അതോടൊപ്പം കിഡ്സിനും ഒരു ചെറിയ സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 9
അടിപൊളി സീ വ്യൂ ആൻഡ് ലേക്ക് വ്യൂ 9 റൂംസ് ഉണ്ട്. നമ്മൾ ആ ഒരു ലേക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഇപ്പോൾ ലഗൂൺ കഴിഞ്ഞ് നമ്മളൊരു ചെറിയ എന്താ പറയുക ബഞ്ചിൽ യാത്ര അപ്പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ വിശാലമായ ഒരു സ്ഥലവും അവിടെ റെസ്റ്റോറൻറ്റും ഒരു 11 റൂംസും അവിടെ ഡീലക്സും സുപ്പീരിയർ ഡീലക്സുമായ റൂംസും ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മുടെ. അതും ട്രിവാൻഡ്രം കോവളത്തിൻ്റെ അടുത്താണ്. കോവളം വരെയും പോകണ്ട, കോവളത്തിന് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു എസ്കേപ്പായിട്ട് നോക്കി വരുവാണെങ്കിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഈ ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട് ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ഷാവ് കപ്പ്. ബൈ.